ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളൊരു ലേറ്റായിട്ടുള്ളൊരു ഓണം വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇത് വളരെ എക്സൈറ്റഡ് ആയിട്ട് നാട്ടിൽ നിന്ന് നമുക്ക് കടൽ കടന്നെത്തിയ ഓണക്കോടിയാണ്. നമ്മുടെ കുഞ്ഞു അവയുടെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ സ്പെഷ്യലായിരുന്നു. നമ്മൾ നാട്ടിൽ നാത്തൂനായിട്ടും ഒക്കെ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നതാണ് പല കാര്യങ്ങളും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തിരുവല്ലയിൽ പപ്പയ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതേ തുടർന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊന്നും വീടുകളിലും ഇവിടെയൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊരു വല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു. ഇപ്പോഴാണ് പപ്പയൊന്ന് ഓക്കെ ആയി ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ പപ്പയുടെ ഒരു സ്പീഡി റിക്കവറിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ തവണ എനിക്കൊരു ധാവണി സെറ്റാണ് കൊടുത്തയച്ചിരിക്കുന്നത്. അതിന് നല്ല മനോഹരമായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡുള്ള ഒരു ബ്രൊക്കേഡുള്ള ക്ലോത്തിൽ ഫുൾ സ്ലീവിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്രീം സ്കേർട്ടും അത് തന്നെയാണ് അതിൻ്റെ ഷോളായിട്ടും വന്നിരിക്കുന്നത്. ഇത് മെയിനായിട്ടും ഇവിടെ എത്തിച്ചു തന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സോജി ചേച്ചിയുടെ ഹസ്ബൻഡുമാണ്. അവർക്കൊരു പ്രത്യേക താങ്ക്സ്. അതുപോലെ ഒരു ദിവസം കൊണ്ട് ഷീമാട്ടിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് മനോഹരമായി സ്റ്റിച്ച് ചെയ്തു തന്ന ചേച്ചിക്കും വലിയൊരു താങ്ക്സ്. ഈ തവണ കാനഡയിൽ സിസ്റ്ററിന് പോലും ഇതുപോലെ തന്നെ ഒരു ഡ്രസ്സ് എത്തിയ ഷോക്ക് സമയത്ത് അത് യൂസ് ചെയ്യാനായില്ല. അതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ്, ഒരു പാലക്ക മാലയുടെ സെറ്റും ഒരു റെഡ് പെൻറ്റിനോട് കൂടി ഒരു ഗോൾഡൻ ചെയറുള്ള ചെയിൻ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെയിനും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവാച്ചൻ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഈ തവണ നമുക്ക് ഒരു വലിയ മിസ്സിങ് ആയിരുന്നു. ഇവാച്ചൻ്റെ ഓണക്കോടി നാട്ടിലെത്തി. അവൻ വീട്ടിൽ പാവാടിയിൽ ഓണം ഉണ്ടില്ലെങ്കിലും ഓണക്കോടിയൊക്കെ ഇട്ട ഫോട്ടോ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവൻ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞു ആവയുടെ കുട്ടി മുണ്ടും കുട്ടി ഷർട്ടും ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ട്. അച്ചാച്ചനും ഇവാച്ചനും ഒരുപോലത്തെ ഈ സെയിം മെറൂൺ ഷെയ്ഡിലെ ജുബയും മുണ്ടും ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പാലക്ക മാലയുടെ കമ്മലിൻ്റെ സെറ്റ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓണം സെലിബ്രേഷന് ഞാനിത് ഇട്ടായിരുന്നു. പക്ഷേ ജിമുക്കയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഫാമിലിയായിട്ട് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തില്ല. ഇനി നെക്സ്റ്റ് വീക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കണം. ഓണത്തിനുള്ള എല്ലാ ഗ്രോസറീസും വാങ്ങി ഞങ്ങൾ വന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വാർത്ത കേട്ടത്. അപ്പോൾ ഇപ്പം എല്ലാം ഒന്ന് ഓക്കെ ആയി വരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ് ആ സിമ്പിളായിട്ടുള്ളൊരു ഗോൾഡൻ ചെയിനിൽ വന്നിട്ട് റെഡും വൈറ്റും സ്റ്റോൺസോട് കൂടിയ പെൻറ്റിനോട് കൂടിയൊരു നെക്ക് ചെയിനും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും മാറി പെയർ ചെയ്യാൻ വേണ്ടി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രോഗ്രാമിന് ഇട്ടത് പാലക്ക മാലയായിരുന്നു. പിന്നെ അച്ചാച്ചന് ഒരു ടീഷർട്ട്, ഓൾറെഡി മുണ്ടും രൂപയും ഉണ്ടായിരുന്നുകൊണ്ട് ടീഷർട്ടാണ് കൊടുത്തയച്ചത്. അതിനോടൊപ്പം നമ്മുടെ കുഞ്ഞ് എലാൻ ബേബിക്ക് ഒരു റോസ് ഷർട്ട് വിത്ത് അതിൻ്റെ തന്നെ മുണ്ടും. കുഞ്ഞത് ഇട്ട ഫോട്ടോസ് സെലിബ്രേറ്റ് ചെയ്യാഞ്ഞതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇതാണ് അവൻ്റെ ഓണക്കോടി. ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഇത് ഇട്ട് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്കായി എത്തിച്ചു കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ ഇവാൻകുട്ടിൻ്റെ ഡ്രസ്സ്. അത് ഇതിനകത്ത് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുട്ടി ഷർട്ടും കുട്ടി മുണ്ടും. അതവന് കുറച്ച് സൈസ് വലുതാണെന്ന് തോന്നുന്നു. എന്നാണെങ്കിലും അത് ഇട്ടതിന് ശേഷം ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ തവണ ഓണം ഫാമിലിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ല. ഡിപ്പാർട്ട്മെൻറ്റിലെ ഓണം സെലിബ്രേഷൻസൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇവർ മെയിനായിട്ട് നമുക്ക് മിസ് ചെയ്തു. ഒരു ഇൻവൈറ്റ് ചെയ്തതാണ്, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വന്നില്ല. അങ്ങനെ കുഞ്ഞിന് ഒരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമുക്ക് കടൽ കടന്ന് ഇത്രയും ദൂരം എത്തിയ ഓണക്കോടി. സ്പെഷ്യലായിട്ട് സമയത്തെത്തിച്ച അപ്പുക്കുട്ടനും സ്റ്റിച്ച് ചെയ്ത് തന്ന ചേച്ചിക്കും അതിന് മെഷർമെൻറ്റിന് വേണ്ടി ഹസ്ബൻഡ് ആദ്യം തന്നെ അച്ചാച്ചൻ മെഷർമെൻ്റ് എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സായ കെസിയും ചിപ്പിയും മെഷർമെൻ്റ് എടുത്തു. എല്ലാവർക്കും ഇതിന് താങ്ക്സ്. ഇത് പിന്നെ നമ്മുടെ ഇവാൻകുട്ടൻ്റെ ഓണം ഡ്രസ്സിട്ട് പാവാടിയിൽ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി അടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ കാണാം.